ഫെബ്രുവരി 19 വിശുദ്ധ ബാർബറ്റസ്. ബെനവെന്റോയിലെ വിശുദ്ധ ബാർബറ്റസിനെ ഭയപ്പെടാൻ നിരവധി കാരണങ്ങളുണ്ടായിരുന്നു. ഇറ്റലിയിലെ പുറംജാതീയതയിൽ മുങ്ങിക്കുളിച്ചതും നിരന്തരം സൈനിക ആക്രമണത്തിന് വിധേയവുമായ ഒരു പ്രദേശത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഒരു ബിഷപ്പ് എന്ന നിലയിൽ ബാർബറ്റസ് തദ്ദേശീയ ജനങ്ങളുമായും ഭരണാധികാരികളുമായും പെട്ടെന്ന് പൊരുത്തക്കേടുകൾ നേരിട്ടു. എന്നിരുന്നാലും എല്ലാ അവസരങ്ങളിലും അദ്ദേഹം ക്രിസ്തീയ വിശ്വാസം പ്രസംഗിച്ചു. അക്കാലത്ത് സാധാരണമായിരുന്ന അസ്വസ്ഥതയുണ്ടാക്കുന്നതും പലപ്പോഴും അക്രമാസക്തവുമായ പുറംജാതീയ ആചാരങ്ങളെ നേരിട്ടു. ബസന്റൈൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ രണ്ടാമൻ ബെനവെന്റോയെ ഉപരോധിച്ചപ്പോൾ പ്രാദേശിക ഉന്നതരുമായുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റുമുട്ടൽ മൂർധന്യത്തിലെത്തി. ബസന്റൈൻ ആക്രമണത്തിൽ നിന്ന് തങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഭരണവർഗം ഒരു വിശുദ്ധ അണലിയെയും ഒരു സ്വർണവൃക്ഷത്തെയും ആരാധിച്ചു. കാര്യങ്ങൾ ഇത്ര ഭയാനകമായി പോകുന്നതിൻ്റെ കാരണം ഏകസത്യദൈവത്തിൽ അവർക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ബാർബറ്റസ് സ്വന്തം ജീവൻ പണയപ്പെടുത്തി. ബൈസന്റൈനുകളുടെ പിൻവാങ്ങലിന് ശേഷം പുറംജാതീയ വസ്തുക്കൾ നശിപ്പിക്കാൻ ഡ്യൂക്കിനെ പ്രേരിപ്പിക്കാൻ ബാർബറ്റസിന് കഴിഞ്ഞു. ഭയം തന്നെ തടയാൻ ബാർബറ്റസ് അനുവദിച്ചില്ല. അദ്ദേഹം ധൈര്യത്തോടെ തൻ്റെ വിശ്വാസം ജീവിച്ചു. ഫലം, ഇറ്റലിയിലെ ഒരു പ്രദേശത്ത് മുഴുവൻ ക്രിസ്തുമതം തഴച്ചു വളരാൻ അദ്ദേഹം സഹായിച്ചു.